ഹലോ കൂട്ടുകാരെ, ഇത് റംബൂട്ടാൻ പഴുത്തു. നമുക്ക് പറിക്കാം. N80 റംബൂട്ടാനാണേ. കണ്ടോ, 3-ാം വർഷം കായ്ക്കുന്നതാണ്. 4.5 വർഷമായി നട്ട് 1.5 വർഷമായപ്പം കായ്ക്കാൻ തുടങ്ങിയേ. 3 വർഷമായി. ഇപ്പം 3 വർഷം തുടർച്ചയായിട്ട് കായ്ച്ചു. ഇത് 3-ാമത്തെ വർഷം നിറയെ ഉണ്ടായി. കണ്ടോ, ചുമന്ന് കിടക്കുന്ന കണ്ടോ കൂട്ടുകാരെ. കായ്കൾ കഴിഞ്ഞാലില്ലേ അത് പ്രൂണിങ് ചെയ്യണം. അപ്പോൾ പിന്നത്തെ വർഷം ധാരാളം കായ്കളുണ്ടാവും. മഴയത്ത് വരുന്ന ഫംഗസ് ബാധയുണ്ട്. ഉറുമ്പ് ഉണ്ടായാൽ അത് വരും കേട്ടോ, ഫംഗസ് ബാധ. നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് വേണം ഇത് നടാൻ. ഇല കരിയുന്ന മഗ്നീഷ്യത്തിൻ്റെ കുറവാണേ. അപ്പോൾ നമ്മൾ മഗ്നീഷ്യം കൊടുക്കണം. പ്രൂൺ ചെയ്യാനോ നല്ലോണം പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്യുമ്പോൾ ഇല്ലേ പഴങ്ങളെല്ലാം പറിച്ചു കഴിഞ്ഞ് പ്രൂൺ ചെയ്യണം. അപ്പം പിന്നത്തെ വർഷം നല്ലപോലെ കായ്ക്കും. നിറയെ ശേഖരങ്ങൾ പൊട്ടിയിട്ടേ. ഇതില്ലേ മഞ്ഞൾ വെള്ളത്തിൽ കഴുകണേ. നല്ലപോലെ കഴുകിയിട്ട് വേണം, തൊണ്ടോടെ കഴുകിയിട്ട് വേണം തൊണ്ട് പൊട്ടിച്ച് കഴിക്കാൻ. അതിനാണോ ഇപ്പം വാവലും വവ്വാലും ഒക്കെ വരുമല്ലേ, അതെല്ലാം കാഷ്ടിച്ചിട്ടാൽ നിപ്പ വൈറസ് വല്ലതും ഉണ്ടായാലോ. അതുകൊണ്ട് എല്ലാം മഞ്ഞൾ വെള്ളത്തിൽ കഴുകണം, അല്ലെങ്കിൽ പച്ചവെള്ളത്തിലെല്ലാം കഴുകണം. കഴുകിയിട്ടേ പൊട്ടിച്ച് തിന്നാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് പ്രൂൺ ചെയ്യുന്ന കത്തിയും കത്രികയൊക്കെ ഇല്ലേ ഓൺലൈനിൽ മേടിക്കുക. അല്ലെങ്കിൽ ഇല്ലേ ഹാർഡ്വെയർ കടയിൽ കിട്ടും. ഈ ആണിയെല്ലാം മേടിക്കുന്ന കടയിൽ, അല്ലെങ്കിൽ ഇരുമ്പ് കടയിൽ, അങ്ങനെയൊക്കെ കടയിൽ കിട്ടും. ചില വളക്കടയിൽ ഇത് കിട്ടും കേട്ടോ. കത്രികയൊക്കെ ചോദിച്ചാൽ പ്രൂണർന്ന് ചോദിച്ചാൽ മതി. 1.5 വർഷം ആയപ്പോൾ തന്നെ ഇത് കായ്ച്ച. ഇപ്പം 4.5 വർഷമായി. ഏറ്റവും കൂടുതൽ ഈ വർഷം കായ്ച്ചത്. ഫെബ്രുവരി മാസത്തിലില്ലേ പൂവിടും. പൂത്ത് കഴിഞ്ഞാലില്ലേ തേനീച്ച വരും. വണ്ട് ഇലയൊക്കെ തേൻ കുടിക്കാൻ വരും, പൂവിൻ്റെ തേൻ കുടിക്കാൻ. അതിന് നമ്മൾ ഈച്ചയാണല്ലോ കേടാവുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒന്നും മരുന്നൊന്നും അടിക്കരുത് കേട്ടോ. ഈച്ചയൊക്കെ വരുന്നത് നല്ലതാണ് കേട്ടോ. അതെന്താണോ, പരാഗണം നടക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ ഈച്ചയൊന്നും വന്നില്ലെങ്കിൽ പരാഗണം നടക്കില്ല. പൂവുണ്ടാകുമ്പോൾ മരുന്ന് അടിക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. വെള്ളം താഴെ മാത്രം ഒഴിക്കുന്നു. പൂവെല്ലാം ഒഴിക്കാൻ ചിലപ്പം കൊഴിഞ്ഞു പോയാലോ. നന്നായി കായ്ക്കാൻ 3 മാസം കൂടുമ്പം വളം കൊടുക്കും. ഞങ്ങൾ അങ്ങനെ വളം കൊടുക്കുന്ന ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇവയൊക്കെ കൂട്ടി ഇളക്കി ഞങ്ങൾ വളം കൊടുക്കും. വലയിടുകയാണെങ്കിൽ നല്ല പശിയൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. ധാരാളം ഈ പ്രാവശ്യം ഉണ്ടായി. എന്നാ മധുരമെന്നറിയാവോ. നല്ലപോലെ പഴുത്ത് കഴിഞ്ഞ് പറിച്ചാലില്ലേ അത് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല തേൻ പോലെയുണ്ട്. N80 റംബൂട്ടാന് നല്ല മധുരമാണ് കേട്ടോ. നല്ല ചുമന്ന് വരണം. എന്നാൽ അങ്ങനെ പറിക്കുകയാണെങ്കിൽ ചുമന്നിട്ട് പറിച്ചാലല്ലേ ആ വിത്തേൽ ദേശീയൊന്നും പറ്റി പിടിക്കുകയില്ല. അത് അവിടെ നിന്ന് ഊരിപ്പോരും കണ്ടോ. മഞ്ഞൾ വെള്ളത്തിയിട്ട് കളഞ്ഞിട്ട് വേണം തൊണ്ട് കളയാൻ കേട്ടോ. കഴുകിയെടുക്കണം നല്ലപോലെ. എന്തുമാത്രം കിട്ടിയെന്ന് നോക്കുക. ഇതാ മഞ്ഞൾ വെള്ളത്തിയിട്ടേക്കുന്നുണ്ടോ. ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിയിടണേ, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ ഇട്ടാലും മതി. ഈ വവ്വാലൊക്കെ പോകുന്നതല്ലേ രാത്രിയിൽ പറന്ന് പോകുന്ന വഴിക്കാണ് ഇത് കാഷ്ടിക്കുന്നതേ. അപ്പോൾ ഇതിൻ്റെ മേലെല്ലാം വീഴല് വല്ല നിപ്പ വൈറസൊക്കെ ഉണ്ടായെങ്കിലും കാഷ്ടിക്കുമ്പോഴേ നമ്മളറിയാതെ തിന്നുകയും ചെയ്യും. കഴുകാതെയൊക്കെ പൊട്ടിച്ച് നിന്നെങ്കിൽ അത് രോഗാണുക്കൾ കാണാല്ലേ. അണ്ണാൻ ഏതാണ്ട് വന്ന് നമ്മൾ പിച്ചാത്തി കൊണ്ട് മുറിക്കുന്ന പോലെ മുറിച്ച് തിന്നുന്നുണ്ട്. അതുകൊണ്ടില്ലേ വലയിടുകയാണെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ കഴുകി തൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് തിന്നാം. ചിലർ കിട്ടുമ്പോഴേ അതേപടി തിന്നുവേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കഴുകിയിട്ട് തിന്നണം. നല്ല മധുരമാണ്. കണ്ടോ എന്തുമാത്രം നോക്കി വിശാലമായിട്ട് കിടക്കുകയാണ്.
എല്ലാം പഴുത്ത് നിൽക്കുകയാണ്. ഈ മഞ്ഞ കളർ മാറി ചുമപ്പ് കളറാണ്. അപ്പോൾ നല്ലപോലെ ചുമന്ന് കഴിയുമ്പോൾ പറിക്കാം. ഒക്കെ ഒരില പോലും കരിഞ്ഞിട്ടില്ല. ഞങ്ങൾ നല്ലപോലെ വളമൊക്കെ കൊടുത്ത് വേനക്കൊക്കെ നല്ലപോലെ വെള്ളം കൊടുക്കുമായിരുന്നു. പിന്നെ ജൈവ സ്ലറി എന്നും ഒഴിക്കും. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇവിടെ ജൈവ സ്ലറി ഉണ്ടാക്കുന്നുണ്ടേ. ഉണ്ടോ, പ്രൂണിങ് ചെയ്ത് താഴെയും മുകളിലും എല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ ഇല നോക്കിയാൽ ഇലക്ക് ഒരു കരിച്ചിലും ഇല്ലല്ലോ. റംബൂട്ടാൻ ആണും പെണ്ണും ഉണ്ടെന്ന് പറയുന്നേക്കാവേ. ആണേ പൂവ് ഉണ്ടാകുകയുള്ളൂ, കായ ഉണ്ടാകുകയില്ല. റംബൂട്ടാനിലേ പൂവുണ്ടായിട്ട് പിന്നെ കാ ഉണ്ടാകുന്ന അങ്ങനെ അങ്ങ് പോവുക എന്നാണ് പറയുന്നത് കേൾക്കാം. ഈ മഞ്ഞ കളറ് കണ്ടപ്പം പണ്ട് ഞങ്ങൾ മഞ്ഞ റംബൂട്ടാനകത്ത് പറിച്ചേ. അപ്പോൾ കറ ചൊവ്വയായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് നല്ലപോലെ പഴുത്ത് പഴുത്ത് വരണമെന്ന്. ഉണ്ടോ, ധാരാളം കിട്ടി. ഇനിയും പഴുക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും നല്ല മധുരമാണ് കേട്ടോ. ഇനി നിങ്ങളൊക്കെ പ്രൂണിങ് ചെയ്ത് നോക്കുക. ഈ പ്രാവശ്യം കായ്ച്ചെങ്കിൽ അത് പഴം എടുത്തു കഴിഞ്ഞ് പ്രൂണിങ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വർഷം നല്ലപോലെ കായ്ക്കും. ഇഷ്ടംപോലെ ശിഖരങ്ങളുണ്ടായിട്ടേ കായ്ക്കും. ഉറുമ്പുണ്ടേലാണ് ഈ ഫംഗസ് ബാധയൊക്കെ വരുന്നത്. ഉറുമ്പ് എവിടെ നിന്നൊക്കെ ഫംഗസ് ബാധയും കൊണ്ടുവരും. ഉറുമ്പ് ഇങ്ങനെ വെളുത്ത് ഉറുമ്പ് വന്നാലേ വെളുത്ത് കാണാം. നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് നട്ടെങ്കിൽ നല്ല ധാരാളം ഉണ്ടാകും. ഞങ്ങളിവിടെ എപ്സം സാൾട്ടൊക്കെ സ്പ്രേ ചെയ്യും. അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയും ഒരു സ്പൂണൊക്കെ മണ്ണിച്ചിരി മാറ്റിയിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. മഗ്നീഷ്യത്തിൻ്റെ കുറവാണെങ്കിൽ എപ്സം സാൾട്ടേ. പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളില്ലേ ബോർഡോ മിശ്രിതത്തെ തേക്കുകയും പേസ്റ്റ് രൂപത്തിലാക്കുകയും. ഒരു ഇരുമ്പ് കടയിൽ പോയി പ്രൂണിങ്ങും കത്രികയൊക്കെ മേടിച്ചാൽ മതി. എന്നിട്ട് പ്രൂണി ചെയ്ത് എടുക്കാം. കേട്ടോ, നല്ല മുഴുപ്പുള്ള 18 റംബൂട്ടാൻ പഴം നല്ല മുഴുപ്പാണ്. വളക്കടയിലും ചോദിച്ചാൽ കിട്ടും കേട്ടോ. കട്ടറിഞ്ഞ് ചോദിച്ചാൽ മതി. ഉണ്ടാവും. മഞ്ഞൾ വെള്ളത്തിയിട്ട് കുറേ നേരം വെച്ചേക്കുകയാണ് ഞങ്ങൾ. ഫെബ്രുവരി മാർച്ച് മാസം ആകുമ്പോഴത്തേനും പൂവിടുകയെ. പൂത്ത് കഴിഞ്ഞാൽ നിറയെ തേനീച്ചയും ഒക്കെ വരും, വണ്ടും എല്ലാം. ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി മരുന്നൊന്നും അടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അല്ലെങ്കിൽ പരാഗണം നടക്കല്ലേ, തേനീച്ചയൊക്കെയല്ലേ പരാഗണം നടത്തുന്നത്. ഞങ്ങളതുകൊണ്ട് പൂവുണ്ടായപ്പം മരുന്നടിച്ചില്ല. ഒറ്റ പൂ പോലും ഞങ്ങളുടെ അതുകൊണ്ട് പൊഴിഞ്ഞിട്ടും ഇല്ല കേട്ടോ. നേരത്തെ മരുന്നൊക്കെ അടിച്ച് വെക്കുക പൂക്കുന്നതിന് പറയും. നന്നായി വെള്ളം കൊടുത്തു. അത് പൂവുണ്ടായപ്പോൾ താഴെ മാത്രം വെള്ളം കൊടുത്തു. നന്നായി കായ്ക്കാൻ ഞങ്ങൾ 3 മാസം കൂടുമ്പോൾ ഈ വളമൊക്കെയാണ് കൊടുക്കുന്നത്. എല്ലുപൊടി, ചാണകപ്പൊടി, പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കിയാണ് കൊടുക്കുന്നത് കേട്ടോ. ചില ചിലയിടത്ത് കണ്ടോ നല്ലപോലെ ചുമന്ന് വരുന്നു. അതുപോലെ ചുമന്ന് വരണേ.
നമ്മൾ ആദ്യം തുടങ്ങി ഇങ്ങനെ വളമൊക്കെ ഇട്ട് എല്ലാം സ്പ്രേ ഒക്കെ ചെയ്ത് പിഷാമിനൊക്കെ സ്പ്രേ ചെയ്ത് നിർത്തിയെങ്കിലില്ലേ ഇലയൊന്നും കരിഞ്ഞു പോകില്ല. എപ്സം സാൾട്ട് സ്പ്രേ ചെയ്തു, ചുവട്ടിലിട്ട് കൊടുത്തു. 1 സ്പൂണേ ഇട്ട് കൊടുക്കാവൂ കേട്ടോ. എവിടെയെങ്കിലും കമ്പയിൽ പങ്കസ്വാദ കണ്ട ഉടനെ അത് അവിടെ മുറിച്ചിട്ട് അവിടെ ബോർഡർ മിശ്രിതം തേക്കണം കേട്ടോ. ഉണ്ടോ, അവിടെയൊക്കെ നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ട്. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മഴയുണ്ട്, മഴയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. ഇപ്പോഴും മഴയാണ്. ഇരക്കുന്ന ശബ്ദം കേട്ടില്ലേ കൂട്ടുകാരെ? മഴക്കാലമായ വീഡിയോ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ? മഞ്ഞ കളറും ചുവപ്പ് കളറും എല്ലാം കിടക്കുന്നത്. ഒരു പൂവും പൊഴിഞ്ഞില്ല, അതുകൊണ്ട് ആ പൂവെല്ലാം കായായി. കുറേ പൊഴിഞ്ഞു കേട്ടോ. മഴയൊക്കെ പെയ്തപ്പം കുറേ പൊഴിഞ്ഞു. അതിന് എന്തെല്ലാം വളത്തിൻ്റെ കുറവുണ്ടായിരിക്കും. ബോറോണിൻ്റെ കുറവ്. ബോറോൺ അധികം ഇട്ടാലും കുഴപ്പമില്ലേ. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യണേ. അണ്ണാനും കിളികളും എല്ലാം കൊണ്ടുപോകും. അതുകൊണ്ട് മുഴുത്തൊരു വല മേടിച്ചങ്ങ് ഇട്ടാൽ മതി, കവർ ചെയ്താൽ മതി. ഒരു കിലോയ്ക്ക് 100, 160, 125 രൂപയുണ്ട് കൂട്ടുകാർ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ വില ചോദിച്ചു. അപ്പോൾ പറയാം 120 1 കിലോയ്ക്ക്. അപ്പോൾ ഇത് എത്ര കിലോ ഉണ്ട്? നമുക്കൊരെണ്ണം നട്ടുപിടിപ്പിച്ചാൽ മതിയല്ലോ. ഇത് തിന്നിട്ട് വിത്തിട്ടാലും അതിൽ നിന്ന് മുളച്ചു